എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ അവൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വിങ് സ്മോക്ക് എന്നവൻ്റെ ഫാമിലി പേര് ചേർത്തതിൽ ഒരുപാട് വിഷമിച്ച് അങ്ങനെ മുട്ടുകുത്തി നിന്ന് പൊട്ടിക്കരയാണ്. അപ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ ലൂഫി അവനും ഒരു ഭാഗത്തിരുന്ന് അങ്ങനെ പൊട്ടിക്കരയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. ലൂഫി, നിനക്കെന്ത് പറ്റി? നീ എന്തിനാ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ നിലവിളിച്ച് കരയണേ ചോദിക്കും. സാഞ്ചിക്ക് അവൻ്റെ ഫാമിലി നെയിം ഇട്ടത് നിനക്കും ഒരുപാട് വിഷമമായോ? അതിന് ലൂഫി അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടെ അവൻ്റെ ബൗണ്ടി പോസ്റ്റർ അതങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. നമ്മുടെ ലൂഫിയുടെ ബൗണ്ടി അത് വെറും 150 മില്യൺ ആയിട്ട് അങ്ങനെ കുറച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് ഞെട്ടും. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ലൂഫിയുടെ ബൗണ്ടി എങ്ങനെ 150 ആയിട്ട് കുറഞ്ഞു? ഇത് ശരിക്കും അവിശ്വസനീയമാണ്. ഇതിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കും. ലൂഫിക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. ആ ഒരു നിലവിളിയുടെ പ്രകമ്പനത്തിൽ കപ്പൽ അങ്ങനെ പൊങ്ങി കടലിൽ വന്ന് പതിക്കുകയാണ്. നാമിയാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. നീ ഇതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇത് നിനക്ക് ഒരു അനുഗ്രഹമാണ്. നിന്റെ ബൗണ്ടി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇനി നിന്നെ തേടി അങ്ങനെ ആളുകളൊന്നും ഇവിടേക്ക് വരില്ല. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അപ്പോഴും ഒരാശ്വാസം തോന്നില്ല. അവൻ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത നേവി ബേസ് കാണിക്കും. അവിടെ അക്കേനോ ആണെങ്കിൽ ചീഫ് നേവി ഓഫീസേഴ്സിന് ഇപ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. നടക്കാൻ പോകുന്ന ആ റെവറി മീറ്റിംഗിൽ ഒരുപാട് ചീഫ് ഒഫീഷ്യൽസ് പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല അപകടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള സെക്യൂരിറ്റി അത് 100% നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഒരു കാരണവശാലും ഒരു കുഴപ്പവും അവിടെ സംഭവിക്കാനായിട്ട് പാടില്ല. കട്ട് ചെയ്ത ഇപ്പൊ റിങ്കു കിങ്ങിനെയും ആ എലിസബെല്ലോ കിങ്ങിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഹായ് ആയിട്ട് ചെസ് കളിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുക. റബേക്ക ആണെങ്കിൽ ലൂഫിയുടെ ന്യൂസ് അതൊരുപാട് സന്തോഷത്തിൽ അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ് അവർ ആ ഒരു ന്യൂസ് കണ്ട് തുള്ളിച്ചാടുകയാണ്. അതിന് കിങ് ആണെങ്കിൽ അവരോട് പറയും, ഒരു കാരണവശാലും നേവി ബേസിൽ എത്തുമ്പോഴും മീറ്റിംഗിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ലൂഫിയ ടീമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നേവിക്കാര് പൈററ്റ്സിനെ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. നമ്മളെയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളോടുള്ള മനോഭാവത്തിൽ പോലും നേവിക്കാർക്ക് മാറ്റം ഉണ്ടാവുമെന്ന് ഒരു താക്കീത് അദ്ദേഹം കൊടുക്കും. പക്ഷെ റബേക്കയ്ക്കാണെങ്കിൽ അവളുടെ സന്തോഷം അത് അടക്കാനായിട്ട് കഴിയില്ല. അവൾ ആ ന്യൂസ് പേപ്പറുമായിട്ട് ഇപ്പോൾ വയലറ്റിന്റെ അടുത്തേക്ക് ഓടി അവൾക്കും ആ ന്യൂസ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതേസമയം അവരുടെ കപ്പലിന്റെ അടിയിലായിട്ട് ഒരു സബ്മറീൻ കപ്പലിൽ ഒരു കൂട്ടം പൈററ്റ്സ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ അവരുടെ കപ്പലിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഒരു പൈററ്റ് ടീമിനെ കാണിക്കും. അവർ ഓൾറെഡി ഒരു പ്രിൻസസിനെ കടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞു. ഇനി റബേക്കയെയും വയലറ്റിനെയും അവർ രണ്ടുപേരെയും കൂടെ കടത്തിക്കൊണ്ട് പോകാനാണ് ഇവരുടെ ശ്രമം. അവരെ കൂടെ കടത്തുകയാണെങ്കിൽ ഇഷ്ടം പോലെ പണം അവരുടെ പേര് വെച്ച് ഇവർക്ക് ചോദിച്ചു വാങ്ങാം. ആ പ്രിൻസസ് ആണെങ്കിൽ നിലവിളിച്ച്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്യാഷ് ഞങ്ങൾ തരാൻ തയ്യാറാണ്, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് അവൾ റിക്വസ്റ്റ് ചെയ്യും. അതേസമയം പൈററ്റ്സ് ആണെങ്കിൽ 2 ടോർപിഡോ ബുള്ളറ്റ്സ് അത് റബേക്കയുടെ കപ്പലിനെ നോക്കി അങ്ങനെ അയക്കുകയാണ്. ആ ബുള്ളറ്റ്സ് ആണെങ്കിൽ കപ്പലിന്റെ ക്ലോസത്തിന്റെ താമസം നേവിക്കാർ അവിടേക്ക് വന്ന് ആ ബുള്ളറ്റ്സിനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോ ആ പൈററ്റ്സിന്റെ നേർക്ക് തന്നെ അയക്കും. അടുത്ത നിമിഷം ആ ഒരു ബുള്ളറ്റ് അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെ കപ്പലിലുള്ള നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് പേടിക്കും. ഉടനെ ഞൊടിയിടയിൽ നമ്മുടെ പഴയ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ കപ്പലിലേക്ക് വന്ന് അവരോട് പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നേവിയിലെ ഒരു ഓഫീസറാണ്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൻ അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ അവരോട് പറയും, ഓൾറെഡി ഒരു പൈററ്റ് ടീം അവരൊരു പ്രിൻസസിനെ തട്ടിക്കൊണ്ടുപോയി. അവരെ മോചിപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയപ്പോഴാണ് അവർ നിങ്ങളുടെ കപ്പലിനെ ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ ഓൾറെഡി ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കടലിന്റെ അടിഭാഗം കാണിക്കും. ഗോപിയും അവന്റെ സോൾജേഴ്സും ചേർന്ന് ആ പൈററ്റ്സ് ടീമിനെയും അവരുടെ കപ്പലിനെയും അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ കണ്ണാടിപ്പയനാണെങ്കിൽ കളർ ഓഫ് ഒബ്സർവേഷൻ പവർ ഉണ്ട്. അതുപയോഗിച്ചാണ് അവൻ ഈസി ആയിട്ട് ആ പൈററ്റ്സ് ടീമിനെ കണ്ടെത്തിയത്. അവരാണെങ്കിൽ ആ പൈററ്റ്സിനെ അറസ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് മാറ്റും. ഇവിടെ കൈറൂസിനാണെങ്കിൽ നമ്മുടെ കണ്ണാടിപ്പയനെ നന്നായിട്ട് അറിയാം. നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒരുപാട് പേരെ സേവ് ചെയ്തിട്ടുള്ള ഹീറോ അല്ലേ? അത് കേട്ട് അവൻ പറയും, അയ്യോ ഇല്ല, ഞാൻ ഹീറോ ഒന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആണെങ്കിൽ അവന്റെ സിംപ്ലിസിറ്റി അത് ഒരുപാട് ഇഷ്ടമാവും. ഇവിടെ നമ്മുടെ കണ്ണാടി പയ്യനാണെങ്കിൽ കൈറോസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവന്റെ പവറിനെ കുറിച്ചും സ്ട്രെങ്തിനെ കുറിച്ചും അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ആളാണ് സാക്ഷാൽ കൈറോസ്. റബേക്ക ആണെങ്കിൽ നമ്മുടെ കണ്ണാടി പയ്യനോട് താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്, നിങ്ങൾ കറക്റ്റ് സമയത്ത്
ആ ഒരു ബുള്ളറ്റ് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കപ്പൽ തകർന്നു പോയേനെ. അത് കേട്ട് കണ്ണാടി പയ്യനെ ഹാപ്പി ആയിട്ട് അവളെ നോക്കുമ്പോഴായിരിക്കും അവളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് കാണുക. അതില് ലൂഫിയുടെ ഫേസ്. ഹായ് ലൂഫി എന്ന് പറഞ്ഞ് അവൻ ആ ന്യൂസ് പേപ്പറിലേക്ക് നോക്കും. ഉടനെ അവളാണെങ്കിൽ ഇത്തിരി സന്തോഷത്തിൽ ആ ന്യൂസ് പേപ്പർ അവന് നേരെ വെച്ച് നീട്ടുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ കുറച്ച് മടിയൊക്കെ ഉണ്ട്. എങ്കിലും ലൂഫിയുടെ ന്യൂസ് അറിയാനായിട്ട് അവര് കുറച്ച് മടിയോട് കൂടെ ആ ന്യൂസ് പേപ്പർ വായിച്ച് ന്യൂസൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണ്. ലൂഫിയെ കുറിച്ച് വളരെ കാര്യമായിട്ട് ആ ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. ലൂഫിയാണ് 5th എംപറർ എന്ന് പോലും ആ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. അതുകൊണ്ട് അവന്റെ സങ്കടം, അവന്റെ ആനന്ദ കണ്ണീര് അത് അവന് കൺട്രോൾ ചെയ്യാനാവില്ല. കാരണം ലൂഫി പറഞ്ഞതുപോലെ ഒരുപാട് ഇമ്പ്രൂവ് ആയി മുൻപോട്ടേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ കണ്ണാടിപ്പയ്യനാണെങ്കിൽ ലൂഫി ആദ്യമായിട്ട് അവന്റെ കപ്പലിലെ ഒരു ബാരലിൽ വെച്ച് കണ്ടതും അതിനുശേഷം അവനെ രക്ഷിച്ച് അവൻ സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കിയതും സാഞ്ചിയെ കണ്ടതും അങ്ങനെ ഓരോരോ ടീംമേറ്റ്സിനെ കണ്ടെത്തിയതും അവസാനമായി അവനെ നേവിയിലേക്ക് ലൂഫി അയച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കണ്ണാടിപ്പയ്യനാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ അവൾക്ക് തിരികെ കൊടുക്കും. നിങ്ങളിനി ആ മറൈൻ ഫോർഡ് അവിടെ ലക്ഷ്യമാക്കി വേണം പോകാനായിട്ട്. അതിനാവശ്യമായിട്ടുള്ള എസ്കോട്ട് അത് ഞങ്ങൾ നൽകും. ഒരു കാരണവശാലും നിങ്ങളുടെ യാത്രയിൽ ഇനി പ്രതികൂലമായിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അവനാണെങ്കിൽ ഒരു നല്ല സല്യൂട്ടൊക്കെ കൊടുത്ത് അവന്റെ കപ്പലിലേക്ക് പോകാൻ ശ്രമിക്കും. ഉടനെ റബേക്കയാണെങ്കിൽ അവനെ തോളത്ത് തട്ടി നീയും ലൂഫിയും നല്ല ഫ്രണ്ട്സ് ആണല്ലേ ചോദിക്കും. അത് കേട്ട് അവനും ഞെട്ടും. അയ്യോ അല്ല, അവനൊരു പൈലറ്റാണ്, എന്റെ ശത്രുവാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ അവൻ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ റബേക്ക ആണെങ്കിൽ അവൻ ആ ന്യൂസ് പേപ്പർ ആദ്യം വായിച്ചപ്പോൾ തന്നെ അവന്റെ ഫേസ് എക്സ്പ്രഷൻ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിരുന്നു. ലൂഫി ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ ഫേസ് എക്സ്പ്രഷനാണ് അവന്റെ ഫേസിൽ കാണാനായത്. അവളാണെങ്കിൽ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി അവനെ നിർബന്ധിക്കും. പ്ലീസ്, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി അതറിയണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ നിർബന്ധിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കൈഡോ. അവനാണെങ്കിൽ ലൂഫിയെ കുറിച്ചുള്ള ആ ന്യൂസൊക്കെ വായിച്ച് കലിയാളകി നിൽക്കുകയാണ്. മാത്രമല്ല അവനിനി ആ സ്മൈൽ ഡെവൽ ഫ്രൂട്ട് അത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ലൂഫിയോടുള്ള പക കൂടി വരും. മറ്റൊരു ഭാഗത്ത് ബിഗ് മോം അവളാണെങ്കിൽ ഡബിൾ കലിപ്പിലാണ്. കാരണം ആ ഒരു ന്യൂസ് പേപ്പറിൽ ലൂഫിയുടെ മുൻപിൽ ബിഗ് മോം തോറ്റു എന്നാണ് അച്ചടിച്ച് വന്നിട്ടുണ്ടാവുക. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, സ്റ്റോപ്പ് ദ ഫക്ക്, എത്രയും പെട്ടെന്ന് ഈ വാർത്ത കൊടുത്തവനെ എനിക്ക് കാണണം. ഞാൻ എപ്പോഴാ ആ ലൂഫിയുടെ മുൻപിൽ തോറ്റതെന്ന് എനിക്കറിയണം. ആ ഒരു ന്യൂസ് കൊടുത്തത് അത് മോർഗനാണെന്ന് അറിഞ്ഞ് അവളാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാനായിട്ട് പോവും. മറ്റൊരു ഭാഗത്ത് ആ ബ്ലാക്ക് ബിയേർഡ് അവനും ആ ന്യൂസ് വായിക്കും. ഓ, നീ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ പൊസിഷനിലൊക്കെ എത്തിയോ? പക്ഷേ നിന്റെ കഷ്ടകാലം അത് ഇതോടുകൂടെ ആരംഭിച്ചിരിക്കുകയാണെന്ന് അവൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും. മറ്റൊരു ഭാഗത്ത് ഷാങ്സ് ആണെങ്കിൽ ലൂഫിയെ എത്രയും വേഗം കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ലൂഫിക്ക് മാത്രം ഒരുപാട് വിഷമം. കാരണം അവന്റെ ബൗണ്ടി അത് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. സ്ട്രോഹ ടീമിന്റെ ക്യാപ്റ്റനായ ലൂഫിയുടെ ബൗണ്ടി അതിപ്പോ ടീമിലുള്ള എല്ലാവരും കഴിഞ്ഞും ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ ബൗണ്ടി നോട്ടീസ് അതെടുത്ത് വായിച്ച് അങ്ങനെ ഞെട്ടുകയാണ്. നീ ഇത് കണ്ടില്ലേ? നിന്റെ ബൗണ്ടി അത് 150 മില്യൺ അല്ല, മറിച്ച് 1.5 ബില്യൺ ആണ്. അത് കേൾക്കേണ്ട താമസം എല്ലാവരും ഞെട്ടുകയാണ്. കപ്പലാണെങ്കിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.